കൊണ്ട് അറിയപ്പെടാത്തതിൽ നിന്ന് അന്യമാണെന്ന് പറഞ്ഞത് ശരിയാണ്. അതിശബ്ദശ്ച അന്യാർത്ഥേ, അധി എന്നുള്ളത് ഉപരി എന്നാണ് അർത്ഥം. അതിവിടെ അന്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. യദ്വാ യദ്ധി യസ്യ അധി തത്തതഃ അന്യത്, യാതൊന്നിനുപരിയാണോ അത് അതിൽ നിന്ന് ഭിന്നമാണ്. അതുറപ്പാണ്. യാതൊന്നിൽ നിന്ന് ഉപരിയാണോ അത് അതിൽ നിന്ന് ഭിന്നമാണ്. ലോകത്തിലെ അങ്ങനെ തന്നെയാണ്. ആ കെട്ടിടത്തിന് മുകളിൽ വിമാനം എന്ന് പറഞ്ഞാൽ കെട്ടിടവും വിമാനവും രണ്ടും രണ്ടാണ്, ഒന്നാവാൻ തരമില്ല. യഥാ അധിഭൃത്യാദീനാം രാജ, ഭൃത്യൻ തുടങ്ങിയവരുടെ മുകളിലാണ് രാജാവ്. അപ്പോൾ രാജാവ് ഭൃത്യൻ ഒന്നാണോ? അല്ല. ആത്മാവ് ഒന്നല്ലേ എന്ന് ചോദിക്കരുത്. അവിടെ ആത്മാവിനെ കുറിച്ചല്ല പ്രതിപാദനം, രാജാവ് ഭൃത്യൻ എന്നുള്ളതിനെ കുറിച്ചാണ് പ്രതിപാദനം. അത് ചിന്തിക്കുക. അവ്യക്തമേവ വിദിതം തതഃ അന്യദിത്യർത്ഥ. അപ്പം വ്യക്തമാണ് വിദിതം എന്ന് പറഞ്ഞു, അവിദിതോ അവ്യക്തമാണ്. അപ്പം രണ്ടിനും ഉപരിയാന്ന് പറഞ്ഞാലോ വ്യക്തത്തിനും അവ്യക്തത്തിനും ഉപരിയാണ് സത്യം. വ്യക്തം ഈ ജഗത്ത്, അവ്യക്തം മൂലപ്രകൃതി, രണ്ടിനും ഉപരിയാണ് സത്യം. വിദിതം അവിദിതം ച വ്യക്താവ്യക്തേ. വിദിതവിദിതങ്ങൾ വ്യക്താവ്യക്തങ്ങളാണ്. നേരത്തെ പറഞ്ഞു, വിദിതം വ്യക്തമാണ്, അവിദിതം അവ്യക്തമാണ്. കാര്യകാരണത്വേന വികൽപ്പിതേ. വ്യക്തം കാര്യമാണ്, അവ്യക്തം കാരണമാണ്. പ്രകൃതി കാരണമാണ്, വിരാട് കാര്യമാണ്. ഈ ജഗത്ത് വൈചിത്ര്യങ്ങളെയൊക്കെ നമ്മൾ കാര്യമായിട്ടെടുക്കുന്നു. അതിന് കാരണഭൂതമായ പ്രകൃതി കാരണമാണ്, അവ്യക്തം കാരണമാണ്. അവ കാര്യകാരണത്വേന വികൽപ്പിതങ്ങളാണ്. താഭ്യാം അന്യത് ബ്രഹ്മ, അവ രണ്ടിൽ നിന്നും ഭിന്നമാണ് ബ്രഹ്മം, പാരമാർത്ഥികമായ സത്യം. അതാണ് അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടിയും ഉയർന്നുട്ടപ്പോഴത്തെ ചർച്ച. നേരത്തെ പറഞ്ഞത് ദൃശ്യത്തിനുപരിയുള്ള ദ്രഷ്ടാവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ആ ദ്രഷ്ടാവ് ബ്രഹ്മം തന്നെ എന്ന് സമർത്ഥിക്കുകയാണ്. ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത തത്വം അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്യത് ബ്രഹ്മ വിജ്ഞാനസ്വരൂപം, വിജ്ഞാനസ്വരൂപമാണ്. സർവവിശേഷ പ്രത്യസ്തമിതം, എല്ലാ വിശേഷങ്ങളും, ഞാൻ നീ അത് ഇത് തുടങ്ങി എല്ലാ വിശേഷങ്ങളും പ്രത്യസ്തമിച്ചതാണ്, നിർവിശേഷമാണ്. ഇത് അയം സമുദായാർത്ഥ, ഇതാണ് അർത്ഥം. അതയേവ ആത്മത്വാദിന് ഹേയ ഉപാദേയ. അപ്പോൾ എന്നാൽ കാണപ്പെടുന്നതല്ല, വിദിതമായാലും അവിദിതമായാലും എന്നാൽ അറിയപ്പെടുന്നതല്ലേ, രണ്ടുമല്ല. പിന്നെ ആരാ? അറിയുന്ന ഞാനാണ്. അപ്പം അറിയുന്ന ഞാനാവുമ്പോൾ ഹേയവുമല്ല ഉപാദേയവുമല്ല, തള്ളേണ്ടതുമല്ല കൊള്ളേണ്ടതുമല്ല, രണ്ടുമല്ല. ഞാൻ എന്നെ തള്ളേണ്ടതുമല്ല, ഞാൻ എന്നെ കൊള്ളേണ്ടതുമല്ല, പിന്നെ ഞാനാണ്. അത്രയേ ഉള്ളൂ. അപ്പം എന്താ വേദാന്തത്തിൻ്റെ സാരം എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, ഞാനാണെന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ സാരം. എന്തൊരു ഇത്ര വലിയ കാര്യമാണോ? അപ്പം അത് ഞാൻ മറ്റു പലതുമാണെന്ന് വിചാരിച്ചു പോയി, അവിടെയാണ് കുഴപ്പം. ഞാൻ മറ്റു പലതാണെന്ന് വിചാരിച്ചു പോയിടത്തുനിന്ന് ഞാനാണെന്ന് ബോധിപ്പിക്കുകയാണ് വേദാന്തം ചെയ്യണത്. അത്രയേ ഉള്ളൂ. ഈ ഞാൻ മറ്റു പലതുമാണെന്ന് നമ്മൾ പല രീതിയിലാണ് വിചാരിച്ചു വച്ചിരിക്കണമെന്ന് മാത്രം.
അത് ആളെപ്പറ്റി പറഞ്ഞു കേട്ടതാണ്, നേരിട്ടറിയുന്ന ആളല്ല. പക്ഷേ പറഞ്ഞു കേട്ടത് സത്യമാണെന്ന് ഉറപ്പുണ്ട്. കാരണം അങ്ങനെ അസത്യം പറയേണ്ട ആവശ്യമില്ലാത്ത ആളാണ് പറഞ്ഞത്. ഒരാൾ ഗവൺമെൻറ് സർവീസിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ കയറി പല പരീക്ഷകൾ എഴുതി എല്ലാം പാസ്സായി മുന്നോട്ട് പോയി അവസാനം അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കൺഫർ ചെയ്തു ഗവൺമെൻറ്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കൺഫേർഡായി. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ജോലി, ഏറ്റവും മേലധികാരിയായിട്ടുള്ളത്. അയാൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് മന്ത്രിക്കേ ഉള്ളൂ. അങ്ങനെ കാലം കഴിഞ്ഞു, അടുത്ത മാസം റിട്ടയർമെൻറ്റാണ്. അപ്പോഴത്തേക്ക് ഇയാൾക്ക് പനി, വയറിളക്കം, നെഞ്ചുവേദന, കാലുപറയൽ, കൈപറയൽ, എല്ലാതരം വിഷമങ്ങളും വന്നു. കാലം കഴിഞ്ഞു, ഏകദേശം റിട്ടയർമെൻറ്റ് ദിവസം ആവുമ്പോഴത്തേക്ക് വയ്യ. ചുരുക്കി പറഞ്ഞാൽ മറ്റ് ജീവനക്കാരെല്ലാം കൂടി ഇയാൾക്ക് വലിയ സെൻഡ് ഓഫ് കൊടുത്തു. വീട്ടിൽ കൊണ്ടാക്കുക തുടങ്ങിയ പരിപാടിയൊക്കെ ഉണ്ടത്രേ, അതൊക്കെ ചെയ്തു. പിറ്റേന്ന് രാവിലെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് പിറ്റേന്ന് ആ കസേരയിലിരിക്കേണ്ടത്. അയാൾ ഒപ്പുവെച്ച് ജോയിൻ ചെയ്ത് ഓഫീസിൽ പോയി നോക്കുമ്പോൾ ഇയാൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് കസേരയിൽ. ഇതൊരു ദയനീയ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. സാർ അങ്ങ് റിട്ടയർ ചെയ്തു സാർ, ഇന്നലെ. പൊട്ടി കരയാണ്. നിങ്ങൾ എന്നെ ഈ ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കരുത്. എന്തെങ്കിലും ഒരു പ്യൂണായിട്ടുള്ള പോസ്റ്റ് എനിക്ക് തരണം. സാറിന് അറിയാമല്ലോ, ഇത്ര വയസ്സ് കഴിഞ്ഞ് ഇനി അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവസാനം അദ്ദേഹം പറഞ്ഞത്, എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യും, ഒരു കസേരയോ ഒരു സ്റ്റൂളോ എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം. ഞാൻ നിങ്ങൾക്ക് ചായ വാങ്ങിത്തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. എന്നെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കരുത്. നമുക്കിവിടെ ഇരുന്ന് ചിരിക്കാം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതാണ് താതാത്മ്യ സംഘം, അധ്യാരോപം എത്രയാന്നുള്ളത്. വേഷം കഴിഞ്ഞാൽ അപ്പം പോകണ്ടേ? വേണ്ട, വേഷം കഴിഞ്ഞാൽ അപ്പം പോകണം. വേഷം കിട്ടുമ്പോൾ നന്നായി അഭിനയിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അധ്യാരോപിച്ചിരുന്നാൽ വിഷമാണ്. എനിക്ക് നടന്ന് മതിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ വന്ന് കാലിൻ്റെ 2 വിരലും കിട്ടും. അല്ലേ? ചിന്തിച്ചു. ഇതാണ് അധ്യാരോപമാണ്. കണ്ടു മതിയായിട്ടില്ല, മണത്ത് മതിയായിട്ടില്ല, ഒന്നും വയ്യ. ഇപ്പോൾ സ്റ്റേജിലിരിക്കുമ്പോൾ ഭംഗിയായിട്ട് നടിച്ചോളുക, സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ അധ്യാരോപത്തെ നിവർത്തിപ്പിക്കാനാണ് ഉപദേശം. ഹേയോ അല്ല, ഉപാധേയോ അല്ല. ഞാൻ എന്നെ സ്വീകരിക്കേണ്ടതുമില്ല, ഞാൻ എന്നെ തള്ളേണ്ടതുമില്ല. ബാക്കിയെല്ലാം ഒന്നുകിൽ കൊള്ളേണ്ടതാവുന്നതാണ്. ദൃശ്യമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ദൃശ്യമൊക്കെ കൊള്ളേണ്ടി വരും, ദുഃഖപ്രദമാണെന്നുള്ള ദൃശ്യങ്ങളൊക്കെ തള്ളേണ്ടി വരും. അപ്പം ദൃശ്യം രണ്ടിലൊന്നാ, ഒന്നുകിൽ ഹേയം അല്ലെങ്കിൽ ഉപാധേയം. എന്നാൽ എനിക്കോ ഹേയോ അല്ല, ഉപാധേയോ അല്ല. ഇതാണ് അന്യേന ഹേയം ഉപാധേയം വാ. അന്യമായ വസ്തു അന്യനാൽ ഹേയമോ ഉപാധേയമോ ആകും. ന തേനൈവ തദ്യസ്യ കസ്യചിത് ഹേയം ഉപാധേയം വാ ഭവതി. എന്നാൽ അവനാൽ അവൻ തന്നെ ഹേയമോ ഉപാധേയമോ ആകുന്നില്ല. ഞാൻ എന്നെ തന്നെ സ്വീകരിക്കേണ്ടതുമില്ല, ഞാൻ എന്നെ തന്നെ തള്ളേണ്ടതും ഇല്ല. ഞാൻ തന്നെയാണ്. ആത്മാച്ച ബ്രഹ്മ, ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം. ഇത്രയും പറഞ്ഞതിൻ്റെ സാരം പറയുക. ആത്മാച്ച ബ്രഹ്മ, ആത്മാവ് തന്നെയാകുന്നു ബ്രഹ്മം. സർവാന്തരാത്മത്വാത്, സർവാന്തരാത്മാവായതുകൊണ്ട് അവിഷയം, ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക് വിഷയമല്ല. അതഃ അന്യസ്യാപി ന ഹേയം ഉപാധേയം. അതുകൊണ്ട് മറ്റൊരാൾക്കും ഹേയോ അല്ല, ഉപാധേയോ അല്ല, തനിക്കും ഹേയോ അല്ല, ഉപാധേയോ അല്ല.
ചിലപ്പോൾ നമ്മൾ അങ്ങനെയും കണക്കാക്കാറുണ്ട്. തനിക്ക് ഹേയോപാധേയമല്ല, വേറെ ആൾക്ക് ഹേയോപാധേയാന്ന് തോന്നുന്നു നമുക്ക്, ഇല്ലേ? വേറൊരാൾക്ക് ഹേയമോപാധേയമാണോ എന്ന് നമുക്ക് തോന്നില്ല? എന്നെ നിനക്കുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ നിനക്കുള്ളതാണ്. എങ്ങനെയാണ് നിന്നെ ഞാൻ എടുക്കുക? നിൻ്റെ ശരീരം എനിക്ക് എടുക്കാം, പിന്നെന്താ എടുക്കാൻ പറ്റുക? പിന്നെ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു. പറ്റുമോ? മനസ്സെടുക്കാമെന്നോ? ആ പൈസ എടുക്കാം, അതെടുക്കാം, അത് ശരിയാ. നിൻ്റെ ശരീരം എനിക്ക് എടുക്കാം, വേറെ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് പറയാൻ വയ്യ. അങ്ങനെ നമ്മൾ കരുതാറുണ്ട്. നിന്നെ ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞൊന്ന് വരാം, ഇല്ലേ? നിന്നെ തട്ടിക്കളയും ഞാൻ, അതും ശരീരത്തെ തട്ടിക്കളയാം. അപ്പോൾ അങ്ങനെ രണ്ടും ആവാം. അത് രണ്ട് ശരീരത്തെ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് എടുക്കാനും പറ്റില്ല, ഒഴിവാക്കാനും പറ്റില്ല. കാരണം സൂക്ഷ്മതമമാണ്. അപ്പം തനിക്ക് താൻ സ്വയം ഹേയമോ ഉപാധേയമല്ല, താൻ മറ്റൊരാൾക്കും ഹേയമോ ഉപാധേയമോ അല്ല. അന്യ അഭാവാച്ച, അതിന് വേറൊരാളില്ലേനും എടുക്കാൻ. അങ്ങനെ വേറൊരാൾ ഉണ്ടായിട്ട് വേണ്ടേ? അതുമില്ല. അന്യ അഭാവാച്ച ഇത് ശുശ്രുമ പൂർവേഷാം ഇതി ആഗമോപദേശഃ വ്യാജചക്ഷിരേ ഇതി അസ്വാതന്ത്ര്യം തർക്കപ്രതിഷേധാർത്ഥം യേ നഹ തദ് ബ്രഹ്മ ഉക്തവന്തഃ തേ നിത്യമേവ ആഗമം ബ്രഹ്മപ്രതിപാദകം വ്യാഖ്യാതവന്തഃ ന പുനഃ സ്വബുദ്ധിപ്രഭവേണ തർക്കേണ ഉക്തവന്തഃ ഇതി ആഗമപാരമ്പര്യാവിച്ഛേദം ദർശയതി വിദ്യാസ്തുതയേ. തർക്കഃ തു അനവസ്ഥിതഃ ഭ്രാന്തഃ അപി ഭവതീതി. ഇതി ശുശ്രുമ പൂർവേഷാം ഇതി ആഗമോപദേശഃ വ്യാജചക്ഷിരേ ഇതി അസ്വാതന്ത്ര്യം തർക്കപ്രതിഷേധാർത്ഥം യേ നഹ തദ് ബ്രഹ്മ ഉക്തവന്തഃ തേ നിത്യമേവ ആഗമം ബ്രഹ്മപ്രതിപാദകം വ്യാഖ്യാതവന്തഃ ന പുനഃ സ്വബുദ്ധിപ്രഭവേണ തർക്കേണ ഉക്തവന്തഃ ഇതി ആഗമപാരമ്പര്യാവിച്ഛേദം ദർശയതി വിദ്യാസ്തുതയേ. തർക്കഃ തു അനവസ്ഥിതഃ ഭ്രാന്തഃ അപി ഭവതീതി. അപ്പോൾ നേരത്തെ പറഞ്ഞു, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ ആശയമാണ് ഇത് ശുശ്രുമ പൂർവേഷാം. ഇങ്ങനെ പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നത്. അതാണ് പറയണത്, ഇത് ശുശ്രുമ പൂർവേഷാം. ഇങ്ങനെ പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നും സ്വകൽപ്പിതമായി പറയുന്നതല്ല, പൂർവാചാര്യന്മാരുടെ സമ്മതി എടുത്തു കാണിക്കുകയാണ്. ഇങ്ങനെ പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനാദിയായ പരമ്പരാപ്രാപ്തമായതാണ് ഈ ധർമ്മവ്യവസ്ഥയും ഉപദേശക്രമവും എല്ലാം. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹിമ, അനേക മഹിമകളുള്ളത്. ഇത് ആഗമോപദേശമാണ്, ഇത് വേദത്തിൻ്റെ ഉപദേശമാണ്. വ്യാജചക്ഷിരേ വ്യാഖ്യാതവന്തഃ, വ്യാഖ്യാനിച്ചു. വ്യാജചക്ഷിരേ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ചക്ഷിങ് ധാതുവിന് വ്യക്തമായി പറയുക എന്ന അർത്ഥം. അപ്പോൾ വ്യാജചക്ഷിരേ എന്ന് പറഞ്ഞാൽ വിശേഷമായി വ്യക്തമായി പറഞ്ഞു എന്നുള്ള ഭൂതകാല ക്രിയയാണ്. അപ്പോൾ യാവരാണോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏനസ്തത് വ്യാജചക്ഷിരേ, യാവർ ഞങ്ങൾക്ക് വ്യക്തമായി വിശദമായി ഇത് പറഞ്ഞു തന്നോ അവർ പറഞ്ഞു തന്നിട്ട് ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
അതാണ് ഞങ്ങൾ നിന്നോട് പറയണത്. നീ ഇനി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അത് അവരടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കട്ടെ. കിട്ടിയവൻ്റെ ധർമ്മമാണ് കൊടുക്കുക എന്നുള്ളത്. കിട്ടിയവൻ കൊടുത്തിരിക്കണം. അങ്ങനെ കിട്ടിയവർ കൊടുത്തത് കൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ നിലനിന്നത്. അത് നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ ശാസ്ത്രത്തിലൂടെ നേടിയതിനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. കഴിഞ്ഞ തലമുറ തന്നത് കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അവർ ഗുപ്തമാക്കി വെച്ചിരുന്നെങ്കിലോ, അവർ ഒളിച്ചു വെച്ചിരുന്നെങ്കിലോ നമുക്ക് കിട്ടില്ലായിരുന്നു. അത് ശ്രദ്ധിക്കണം. ഉപദേശിക്കുന്ന വേണ്ട സ്വാമി, പുസ്തകങ്ങൾ ഭംഗിയായിട്ട് അച്ചടിച്ച് വെച്ചാൽ എല്ലാ കാലവും നിലനിൽക്കും. ഇല്ല, പുസ്തകങ്ങൾ അച്ചടിച്ച് വെച്ചാൽ അറിവ് നിലനിൽക്കില്ല. ഇന്ന് തന്നെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഏത് ലിപിയാണ് എന്നറിയാതെ പല സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട്. വായിക്കാറിയില്ല. ശാരദ, ബ്രാഹ്മി തുടങ്ങിയ പ്രാചീന ലിപികൾ ഇന്ന് വിദ്വാൻമാർക്ക് വായിക്കാനറിയാം. എന്നാൽ ലിപി ഏതാന്ന് പോലും അറിയാത്ത സംസ്കൃത ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുക ഭദ്രമായിട്ട്. ഒരാൾക്കും അറിയില്ല എന്തിനാണ്, ഏതാ ഭാഷ എന്നറിയില്ല. അപ്പം അച്ചടിച്ച് വെച്ചാൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ശിഷ്യപ്രശിഷ്യന്മാർ പറഞ്ഞെടുത്ത് തലമുറയായി സജീവമായി വെച്ചാൽ മാത്രമേ ശാസ്ത്രങ്ങൾ നിലനിൽക്കൂ. അല്ലാണ്ട് പുസ്തകം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഭാഷ പ്രയോഗിക്കണില്ലെങ്കിൽ ഭാഷ വരില്ല. എഴുതിയതല്ല, പഴയ താളിയോല ഗ്രന്ഥങ്ങൾ, പഴയ അതിപ്രാചീനങ്ങളായ താളിയോലകൾ, ഭൂർജപത്രത്തിലുള്ളവ, താളിയോലയിലുള്ളവ ശേഖരിച്ച് വെച്ചിരിക്കുക. ചൂടും തണുപ്പൊന്നും ഏൽക്കാതെ, ഹ്യൂമിഡിറ്റി ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അവയെ സംരക്ഷിച്ച് വെച്ചിരിക്കുക. അറിയില്ല, ആർക്കും അറിയില്ല വായിക്കാൻ. അപ്പം പഴയ ആ ഒരു നമ്മുടെ ഋഷിമാരുടെ ആ ഒരു ത്യാഗം ആലോചിച്ച് നോക്കൂ. എത്ര കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ എഴുതി വെച്ച്. എന്തിനാ? നമ്മളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെയ്തില്ല. ഇപ്പം ലിപി അറിയില്ല, എന്താണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. നിധിയാണ്, നിധി അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. നമുക്കറിയണ്ടേ? അതുകൊണ്ട് ലഭിച്ച ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല, പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കഴിയില്ല, ഇല്ലേ? നഭ പതന്തി ആത്മസമം പദത്രിണ. ഓരോ പക്ഷികളും അവരവരുടെ കഴിവിനനുസരിച്ചാണ് പറക്കണത്. എല്ലാവർക്കും ഒരു വിധാനത്ത് പറക്കാൻ പറ്റുമോ? അതില്ല. ചിന്തിക്കുക. എന്നാലും എല്ലാവർക്കും പറക്കാം. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയത് കൊടുക്കണം. ഓരോ തലമുറയും അത് കൊടുക്കുമ്പോഴാണ് ശാസ്ത്രം സംരക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രം സംരക്ഷിക്കപ്പെടില്ല. വ്യാജചക്ഷുരേ ഇത് അസ്വാതന്ത്ര്യം. ഇത് തോന്നിയോണം മനസ്സിലാക്കേണ്ട വിഷയമല്ലത്. ഇത് തർക്കഗമ്യമല്ല. നൈഷാ തർക്കേണ മതിരാപനേയ. ഈ ആത്മബുദ്ധി തർക്കം കൊണ്ട് ഒന്നും മനസ്സിലാവില്ല. തർക്കിച്ചിട്ട് മനസ്സിലാക്കിക്കളയാം, ഒന്നും സാധിക്കില്ല. അതുകൊണ്ടത് വ്യാഖ്യാനിച്ചു തന്നവരിൽ നിന്ന് കേട്ട് തന്നെ മനസ്സിലാക്കണം. ഗുരുനാഥന്മാരിൽ നിന്ന് കേട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഈ തത്വബോധത്തിന് അസ്വാതന്ത്ര്യമുണ്ട്. ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്, പക്ഷേ മാർഗം സ്വാതന്ത്ര്യമല്ല. മാർഗത്തിലെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അത് വലിയ വിഷയമാണ്. മാർഗത്തിലെ നമുക്ക് സ്വാതന്ത്ര്യം വേണം. എന്താണ്? ഗുരുനാഥനൊരു കാര്യം ചെയ്യൂ, ഇവിടെ ഇരുന്നോളൂ, ഞാൻ അവിടെ ഇരിക്കാം. രണ്ടാളിലും ഇരുന്നാൽ പോരെ, അല്ലേ? ആരെങ്കിലും ഇരുന്നാൽ പോരെ എന്ന് പറഞ്ഞാൽ പിന്നെ പഠിപ്പിക്കൽ നടക്കുമോ?
ഇല്ല. അത് ചിന്തിക്കുക. രാവിലെ 3 മണി 3:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. അല്ലാണ്ട് ഉദയം വരെ കിടന്നുറങ്ങരുത്. എന്നിട്ട് ശൗചം എല്ലാം നിർവഹിച്ച്, സ്നാനമെല്ലാം നിർവഹിച്ച് നല്ലപോലെ മന്ത്രോപാസന ചെയ്യണം. എന്ത് തന്നെയാണെച്ചാലും ഗുരുനാഥൻ എണീക്കുന്നതിന് മുമ്പ് നീ എണീക്കണം. ഗുരുനാഥൻ കുളിക്കുന്നതിന് മുമ്പ് കുളിക്കണം. ഗുരുനാഥൻ എല്ലാം തയ്യാറാക്കി വെക്കണം. പാഠം എടുക്കാൻ ഗുരുനാഥൻ വരുന്നതിന് മുമ്പ് ഹാജരുണ്ടായിരിക്കണം, ഇരിക്കണം. ഗുരുനാഥൻ നിന്നെ കാത്തിരിക്കാൻ പാടില്ല. ഗുരുനാഥൻ എഴുന്നേറ്റതിന് ശേഷമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഗുരുനാഥൻ ഇരുന്നതിന് ശേഷമേ ഇരിക്കാൻ പാടുള്ളൂ. ഗുരുനാഥൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. എല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, ശരി, ഒരാൾ ഗുരു ആവണമെന്നല്ലേ ഉള്ളൂ. ഞാൻ ഗുരു ആവാം, അങ്ങ് ശിഷ്യനായിരുന്നു. അല്ലാണ്ടെന്താ? ഇതിപ്പോൾ നിയമം നടക്കണമെന്നല്ലോ. ആശ്രമത്തിൽ നിയമം നടന്നാൽ പോലെ എന്താ കുഴപ്പം? അപ്പം അതുകൊണ്ട് ശാസ്ത്രജ്ഞ അപ്പി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണ ന കുര്യാത്. ശാസ്ത്രജ്ഞനാണെങ്കിലും ശരി, ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണ ചെയ്യരുത്. അന്വേഷണ മാർഗത്തിൽ സ്വാതന്ത്ര്യമില്ല. അവിടെ നിയമങ്ങളെ പാലിച്ച് തന്നെ പോകണം. അതിലൂടെ സഞ്ചരിച്ച് അവസാനം കൃതാർത്ഥതയിലേക്ക് എത്തുമ്പോൾ സർവ്വസ്വാതന്ത്ര്യമായി. ഇതൊന്ന് വലിയ പ്രശ്നമാണത്. ഇപ്പം വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭിപ്രായമുള്ളത്. എന്താ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുക, അപ്പം മനസ്സിലാവും. കുറച്ചു കാലം കൂടി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, കോടതികളൊക്കെ മാറ്റി പറയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ അഭിപ്രായമൊന്നും പറയണില്ല. കാരണം അത്രയും അവ്യവസ്ഥ ലോകത്തിൽ വർദ്ധിച്ചാൽ കോടതികൾ തന്നെ തിരുത്തി പറയണ അവസ്ഥ വരും. കുറച്ചും കൂടി കാലം കഴിയട്ടെ. അവിടെ ഇപ്പം പറഞ്ഞാൽ പ്രാകൃതനാണ്, ഇവനെ അടിച്ചു കൊല്ലണം, ഇവനെ ജയിലിലാക്കണം എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, കമൻറ്റുകൾ വരും. എന്താണ് ദശവർഷാണി താടയേതെന്നൊക്കെ പറഞ്ഞാൽ ഇല്ലേ? 5 വർഷം ലാളിക്കണം കുട്ടിയെ, പിന്നെ 10 വർഷം അടിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊരു മൂഢന്മാരാണ് ഇവരിവരെ അടിച്ചു കൊല്ലണം, ഇവരെ ജയിലിലാക്കണം. ഇത് അട്രോസിറ്റി അഗൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്ക് നേർക്കുള്ള അട്രോസിറ്റിയാണ്, അതുകൊണ്ട് ജയിലിലാക്കണം എന്നൊക്കെ പറയും. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചറിവ് വരുമ്പോൾ ഒന്ന് തിരിച്ചു വരും ലോകം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അധ്യയനത്തിൽ സ്വാതന്ത്ര്യം വേണ്ട. അത് ചിട്ടയോടുകൂടി തന്നെ ചെയ്യണം. അതുകൊണ്ട് അസ്വാതന്ത്ര്യം ഗുരുനാഥന്മാരിൽ കേട്ട് തന്നെ പഠിക്കണം, അല്ലാതൊരു വഴിയില്ല. തർക്കപ്രതിഷേധാർത്ഥം, തർക്കത്തെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. തർക്കിച്ചു നേടാലോ എന്നൊന്നും വിചാരിക്കരുത്. അനുഭവിയായ ഗുരുനാഥനെ കേട്ട് തന്നെ വേണം അത് മനസ്സിലാക്കുക. അല്ലാണ്ട് തർക്കിച്ച് 2 പേര് കൂടിയിരുന്ന് തർക്കിക്കുക. എന്തിന്? വാദേ വാദേ ജായതേ വസ്തുബോധ. വാദത്തിൽ വസ്തുബോധം ഉണ്ടാവും, ആത്മവിഷയം ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഉണ്ടാവും. ആത്മവിഷയമായത് തർക്കിച്ച് നേടേണ്ടതല്ല. അത് സ്വാനുഭൂതി സമ്പന്നന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് കേട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കുക. യേനഃ തത് ബ്രഹ്മ ഉക്തം ഉക്തവന്തഃ, യാവരാണോ ഞങ്ങൾക്ക് ആ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്, തേ നിത്യമേവ, അവർ നിത്യവും തന്നെ ആഗമം ബ്രഹ്മപ്രതിപാദകം വ്യാഖ്യാതവന്തഃ, അവർ നിത്യവും ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ആഗമത്തെ, ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടേയിരുന്നവരാണ്. അവരങ്ങനെ ഈ ശാസ്ത്രവ്യാഖ്യാനത്തിൽ ആനന്ദിച്ചു കഴിഞ്ഞവരാണ്. അതിലൊരാനന്ദം. എന്തുകൊണ്ട്? സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആനന്ദം, അത്രയേ ഉള്ളൂ. ആനന്ദ സ്വരൂപനെക്കുറിച്ച് പറയുമ്പം കേൾക്കുമ്പോൾ ആനന്ദം.
അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു, പറഞ്ഞ തന്നെ പറഞ്ഞു. ചിന്തിക്കുക. അവർ നമുക്ക് നിത്യം വ്യാഖ്യാനിച്ചു തന്നവരാ. നിത്യവും അവർ വ്യാഖ്യാനിച്ചു തന്നു. എന്താണ്? ഏനഹ തദ് ബ്രഹ്മ, യാവർ നമ്മൾക്ക് ആ ബ്രഹ്മത്തെ ഉക്തവന്തഃ പറഞ്ഞു തന്നവരാണോ, തേ അവർ നിത്യമേവ, നിത്യവും തന്നെ, അഥവാ നിത്യമായ ബ്രഹ്മപ്രതിപാദകമായ ആഗമത്തെ, വേദത്തെ നിത്യവും അവർ വ്യാഖ്യാനിച്ചുകൊണ്ടേയിരുന്നു. നിത്യവും വ്യാഖ്യാനിക്കുന്ന കയ്യിൽ ആനന്ദം വേണമല്ലോ, ഇല്ലേ? ആനന്ദ സ്വരൂപത്തെ പറ്റി പറയുക, കേൾക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ആനന്ദം വേറെന്താ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പറയുക തന്നെ. ന പുനഃ സ്വബുദ്ധിപ്രഭവേണ തർക്കേണ ഉക്തവന്തഃ. അവർ സ്വന്തം ബുദ്ധിയാൽ കൽപ്പിച്ചുണ്ടാക്കിയ തർക്കങ്ങളെ കൊണ്ട് ഏതൊക്കെയോ പറഞ്ഞവരല്ല. അവരൊക്കെ ആചാര്യ പരമ്പര ക്രമികമായി ഉപദേശിച്ചു വന്ന പാരമ്പര്യഗതമായ ആഗമത്തെയാണ് പറഞ്ഞത്. ആഗമിച്ചതിനെയാണ് അവർ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.